ഗുഡ് മോർണിംഗ് ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് മറ്റൊരു പേരാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ചോദനത്തിന്റെ ഇലാസ്റ്റികത അല്ലെങ്കിൽ ചോദനത്തിന്റെ വില ഇലാസ്റ്റികത എന്ന് പറയും. ഈ ഇലാസ്റ്റികത എന്ന വാക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ്. ദ വേർഡ് ഇലാസ്റ്റിറ്റി ഈസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. എന്താണ് ആൽഫ്രഡ് മാർഷലെ വില ഇലാസ്റ്റികതയെ കുറിച്ചിട്ട് പറയുന്നതെന്ന് നോക്കാം. ഇലാസ്റ്റികത എന്ന് പറഞ്ഞാൽ, ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ പ്രതികരണക്ഷമത അല്ലെങ്കിൽ പ്രതിസ്പന്ദനാത്മകത എന്നാണ് അർത്ഥം. റെസ്പോൺസീവ്നെസ്. വിലയിലുണ്ടാകുന്ന മാറ്റം മൂലം ചോദനത്തിലുണ്ടാകുന്ന പ്രതികരണക്ഷമത, പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് ഡിമാൻഡിലുണ്ടാകുന്ന റെസ്പോൺസീവ്നെസ്സിനെയാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. വില കുറയുമ്പോൾ, അതായത് പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് എന്താണ്, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പ്രൈസിൽ വരുന്ന ആ ഒരു താഴ്ച ഡിമാൻഡിൽ എന്ത് കൊണ്ടുവന്നു, എന്ത് പ്രതികരണമാണ് കൊണ്ടുവന്നത്, ഡിമാൻഡ് ഉയരുന്നതിന് കാരണമായി. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെയാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് ആൽഫ്രഡ് മാർഷൽ വിശേഷിപ്പിച്ചത്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പലതരത്തിലുണ്ട്. അതായത് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്